ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്കൊരു മുന്തിരി വൈൻ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു ടേബിൾ സ്പൂണോളം ഗ്രാമ്പു ഏലക്കയും പിന്നെ കുറച്ച് പട്ടയും കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പിടി ഗോതമ്പ് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നു. ഞാനിനി ഒരു ടീസ്പൂണോളം ഈസ്റ്റ് ഇടും. പിന്നെ ഒരു മുക്കാൽ മുറിയോളം ബീട്രൂട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അത് ഇങ്ങനെ അരിഞ്ഞിട്ട് തിളപ്പിച്ച് ആറി വെച്ചേക്കുന്ന വെള്ളം. മുന്തിരി ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിനകത്തോട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു മുന്തിരി 2.5 കിലോ ഉണ്ടായിരുന്നു വാങ്ങിച്ചപ്പം, പക്ഷേ ക്ലീൻ ചെയ്ത് കുറേ കഴിച്ചപ്പം 2.25 ഒക്കെ കാണുമായിരിക്കും. പിന്നെ അതിനകത്തോട്ട് ഏകദേശം 1 കിലോയോളം പഞ്ചസാര ഇടാം. എന്നിട്ട് 14 ദിവസം വെച്ച് ഒന്നരാട് ദിവസം ഇളക്കി അങ്ങനെയൊക്കെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഓരോരോ ലെയറായിട്ട് കുപ്പിക്കകത്ത് ഇട്ടുകൊണ്ടിരിക്കുക. ഡീഹ്യൂമിഡിഫയർ വാങ്ങിക്കണമെന്ന് കുറേ കാലമായി വിചാരിക്കുന്നു. ഇപ്പോൾ കോസ്കോയിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പം 240 175 കിട്ടി 20 ലിറ്ററിൻ്റെ. ഈ കഴിഞ്ഞ ബ്ലാക്ക് ഫ്രൈഡേക്ക് കറി വേൾഡിൽ പോയി ഒരു TV ഓർഡർ ചെയ്തായിരുന്നു. ഓഫർ ഉണ്ടായിരുന്നു. അപ്പം അത് ഒന്ന് സ്റ്റാൻഡിൽ കയറ്റാനുള്ള തത്രപ്പാടിലാണ്. Okay, language, English, checked. The magic remote is connected successfully. അങ്ങനെ ഇരുന്നപ്പോൾ ആണ്ട് ഫർണിച്ചർ വില്ലേജിൽ നിന്ന് ഓർഡർ ചെയ്ത് ഡൈനിങ് ടേബിൾ വന്നു. ഇത് നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര പാടാണ്, കാരണം ഭയങ്കര ഹെവിയാണ് സാധനം. അപ്പോൾ അവർ തന്നെ വന്ന് ഫിക്സ് ചെയ്തു. 2 പേരുണ്ടായിരുന്നു. ഇവിടെ ഒരാളിന്ന് ഭയങ്കര ഹെൽപ്പാണ്. സ്കൂൾ വിട്ട് വന്നിട്ട് ബീഫ് ഞുറുക്കി തരുക. സവാളയൊക്കെ അരിഞ്ഞ് ബീഫും ഒക്കെ ഞുറുക്കി അപ്പയ്ക്ക് കറി വെക്കാൻ പാകത്തിന് റെഡിയാക്കി കൊടുക്കുക. ഉള്ള കാരണം അതെടുത്തു. ഇല്ല, ആപ്പിള് വേണ്ട ചേച്ചി, ഇനിയിപ്പോ കുഞ്ഞിടാനൊന്നും പോകുന്നില്ല. ഷേർലി ചേച്ചിയുടെ വീട്ടിലെ പുൽക്കൂട് കാണാൻ പോയതാണ്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ എല്ലാ വർഷവും ഓർക്കും നമുക്കൊന്ന് ഉണ്ടാക്കണമെന്ന്. നമ്മുടെ വീട്ടിലും ക്രിസ്മസിൻ്റെ ചെറിയ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അത്യാവശ്യം ഡെക്കറൊക്കെ ചെയ്തു, കുറച്ച് കേക്ക് ഉണ്ടാക്കി, വൈൻ ഉണ്ടാക്കി, പിന്നെ ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ റെഡിയാക്കി. അപ്പോഴേക്കും ദേ കാരോളും എത്തി. ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കാൻ നമ്മുടെ കൂടെ ആഷ്ലി എൻ്റെ അബുവാണ് വന്നത്. കഴിഞ്ഞ വർഷം അപ്പവും അഞ്ജലിയായിരുന്നു.
ഡിന്നറിന് കപ്പ ബിരിയാണിയായിരുന്നു. അതൊക്കെ കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ടിരുന്നിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് ചുമന്ന പുതപ്പിരുന്നോട്ടെ. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഡിന്നർ കഴിക്കാൻ ബിൻചേട്ടൻ്റെ വീട്ടിൽ പോയി. അവിടുത്തെ ക്രിസ്മസ് ഡെക്കോർ കാണിക്കാൻ കേട്ടോ, അടിപൊളിയാണ്. അത് കേട്ടോ, അന്നേരം ഞാൻ പറയും, ദൈവമേ കഷ്ടകാലത്തിന് ഞാൻ പറഞ്ഞാണല്ലോ അന്ന് സിനിമ കാണുന്ന. അതിന്റെ ഗോതമ്പ് പറഞ്ഞില്ലേ അടുത്ത് മാറ്റുന്നത് വൈൻ വൈൻ അളയണ്ടാടാ എന്റെ ഏത് വർഷമാണ് ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ വൈനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ക്രിസ്മസ് ഗിഫ്റ്റ് പൊട്ടിക്കൽ ചടങ്ങിലേക്ക് കടന്നു. കിട്ടിയത് പിന്നെ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു തിരക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് റഗ്ബിക്കാണ്, പ്രവീണേട്ടൻ്റെ വീട്ടിൽ. സുഷേട്ടൻ ആൻഡ് ഫാമിലിയോട് നമ്മൾ കോസ്കോയിൽ നിന്ന് പടക്കമൊക്കെ നേരത്തെ മേടിച്ച് വെച്ചായിരുന്നേ. പക്ഷേ അത് ആൾക്കാരൊക്കെ കുറേ പേരുള്ളപ്പം പൊട്ടിക്കുന്നതാണ് കുറച്ചുകൂടെ വൈബ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് റഗ്ബിക്ക് പോയി. അവിടെ ചെന്ന് പാതിരാത്രിക്ക് അതൊക്കെ പൊട്ടിച്ച് പിന്നെ ഞങ്ങളൊരു പാതിര കുർബാനയ്ക്കൊക്കെ പോയി. പള്ളിയിൽ നിന്നും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫുഡും കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. വീട്ടിലെത്തിയപ്പോൾ 3:30 എന്നിട്ട് എല്ലാവരും കിടന്ന് ഒറ്റ ഉറക്കം. പിന്നെ എണീറ്റപ്പോൾ മണി 11:30 ആയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് യുവമിഥുനങ്ങളും യാത്ര പറഞ്ഞിറങ്ങി. അങ്ങനെ ഞങ്ങളുടെ സംഭവബഹുലമായ ഒരു ക്രിസ്മസ് പടിയിറങ്ങി.